ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും പറയാനുള്ളത് പറയണം, നമ്മൾ പഠിക്കാനുള്ളത് പഠിക്കണം. അലാ യാ മുഹിബ്ബൽ മുസ്തഫാ സിദ് സ്വബാബതൻ വളമ്മിഹ് ലിസാന സിക്രി ദഅബൻ ബിത്വിബിഹി വലാ തഅബഅൻ ബിൽ മുബ്തിലീന ഫഇന്നമാ അലാമതു ഹുബ്ബില്ലാഹി ഹുബ്ബു ഹബീബിഹി. മുസ്തഫായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളോട് പറഞ്ഞത് സിദ് സ്വഭാവത്തൻ, നിങ്ങൾ ആ മഹബ്ബത്തൊന്ന് നിങ്ങൾ അധികരിപ്പിക്കണം. ഈ പവിത്രമായ മീലാദ് ആഘോഷ പരിപാടികളിൽ വന്നിരിക്കുന്ന നമ്മെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. നമ്മളൊക്കെ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാ, അവരെ വിളിച്ചു പറയുന്നു ആ സ്നേഹം ഒന്ന് അധികരിപ്പിക്കണം. എങ്ങനെ അധികരിക്കുക? ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ, അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ലോകമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതം തങ്ങളുടേത് എങ്ങനെയാണ് പഠിക്കണം. അവിടുത്തെ മക്കളുടെ ജീവിതം, അവിടുത്തെ ഭാര്യമാരുടെ ജീവിതം, അവിടുത്തെ സാമൂഹിക ജീവിതം, അവിടുത്തെ ഭരണജീവിതം, ഇങ്ങനെ തുടങ്ങി ആ തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളെയും കൃത്യമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരു നേതാവിനെയും അത്രത്തോളം രേഖപ്പെടുത്തി വച്ചിട്ടില്ല. വഫാത്തിന്റെ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ താടിയിൽ എത്ര രോമങ്ങൾക്ക് നിരവന്നു പോയിട്ടുണ്ട് എന്നുവരെ ചരിത്രകാരന്മാർ എഴുതി വെച്ചൊരു നേതാവ്, ഇത്രത്തോളം നേതാവിലേക്ക് ലയിച്ചു പോയൊരു നേതാവ്, അനുയായികൾ ഇത്രത്തോളം ഒരു നേതാവിന് ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ ഉള്ളൂ. ലോകത്ത് സ്വന്തം ശരീരത്തെക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് അത്രത്തോളം ഒരു നേതാവിനെ മഹബ്ബത്ത് വെക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാ. എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ ഹബീബാ, അല്ലാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബായത് കൊണ്ട് തന്നെ ആ ഹബീബിന്റെ മുഴുവൻ രേഖപ്പെടുത്തി വെച്ചു. ആ ഹബീബിനെ മഹബ്ബത്ത് വെച്ച് ഇത്തിബാ ചെയ്ത് പിൻപറ്റി ജീവിക്കൽ നമ്മുടെയൊക്കെ വലിയ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. റബീഉൽ അവ്വലിന്റെ ഈ മഹത്തായ മജ്ലിസിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതം കൃത്യമാക്കണം എന്ന് ഈ വലിയ വേളയിൽ ഉണർത്തി അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തങ്ങളുടെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ, അതുമായി ചേർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു കുട്ടിയിലെ മുഹമ്മദ് യാസീൻ അല്ലേ, ഇവിടെ ക്യാഷ് അവാർഡ് കൊടുത്തപ്പോൾ അത് തിരിച്ചു കൊടുത്തു. മദീനയിലെത്താൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ കുട്ടിക്കും കുടുംബത്തിനും രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കെല്ലാം മദീനയിൽ ഒരുപാട് തവണ എത്തണം. നീ വിധി കൂട്ടണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എന്താണ് ബഷീറ മർഹബ മാഷാ അല്ലാഹ്. അല്ലാഹു ഏതിയാർക്കും അത് സ്വീകരിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആർക്ക് കൊടുക്കുന്നുണ്ട്? ബഷീർ മർഹബയുടെ മകൻ 4000 രൂപക്കാണ് ഇത് വിളിച്ചെടുത്തിട്ടുള്ളത്. അല്ലാഹു ആ കുടുംബത്തിൽ വലിയ ബർക്കത്ത് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അത് എഴുതിയവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. കോടരിച്ചാൽ മഹല്ല് യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരെ അനുമോദിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. റാലിയിൽ സ്വീകരണം നൽകിയവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്പക്കാർ സജീവമായി ഇറങ്ങുന്ന ഒരു മാസമാണ് ഈ റബീഉൽ അവ്വൽ. അൽഹംദുലില്ലാഹ് ഈ കോടരിച്ചാൽ മഹല്ല് യൂത്ത് വിങ് പ്രവർത്തകർ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അൻസാർ സുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അള്ളാഹു നീ അവർക്കൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അള്ളാഹ്. അകമഴിഞ്ഞ് ഇതിനെ ചേർത്ത് പിടിച്ച് ഇതിനെ വിജയിപ്പിച്ചവരാണ്, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അള്ളാഹ്. ഹുസൈൻ ഷംസീന 5000 അല്ലേ, മക്കളില്ല.
അല്ലാ നീ ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ, നീ റാഹത്തുള്ള സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഉപ്പാക്ക് വേണ്ടി 2000 കോഴി ലേലം ചെയ്ത് വാങ്ങിയത് അല്ലാഹു നീ ബറക്കത്ത് നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ. എന്താണ് കാലിന് പരിക്ക് പറ്റി സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. 500 രൂപ. അല്ലാഹു നീ ശിഫ നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ.